ഷാജി നമസ്കാരം. രാജ്യത്ത് പുതിയ ക്രിമിനൽ നമസ്കാരം. നിയമങ്ങൾ വന്നിരിക്കുകയാണ്. ഭാരതീയ ന്യായ സംഹിത എന്ന പേരിലാണ് രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ വന്നിരിക്കുന്നത്. ന്യായ സംഹിതയും CRPC പകരം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും പിന്നെ ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായിട്ട് ഭാരതീയ സാക്ഷ്യ അധിനിയവുമാണ് വന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ആദ്യത്തെ കേസ് ന്യൂഡൽഹിയിലെ കമല സ്റ്റേഷനിൽ എടുത്തു എന്നും അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ചേട്ടൻ ഒരു വക്കീൽ കൂടെയാണല്ലോ. എന്റെ പ്രാഥമികമായിട്ടുള്ള സംശയം, ആസ് ആൻ അഡ്വക്കേറ്റ്, IPC, CRPC എന്നിങ്ങനെയുള്ള അത്തരത്തിലുള്ള ലീഗൽ ആയിട്ടുള്ള സംഭവങ്ങൾ പോകുമ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇനി ഒന്നേന്ന് പഠിക്കേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും പുതിയ നിയമങ്ങളാണ്. അത് അതിന് നമ്മള് സാധാരണഗതിയിൽ LLB ഒക്കെ പഠിക്കുന്ന സമയത്ത്, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ക്രിമിനൽ നിയമത്തിന്റെ ഭാഗമായി പഠിച്ചിട്ടുള്ള എല്ലാ നിയമങ്ങളും അസാധുവായിരിക്കുകയാണ്. ഇപ്പൊ IPC ഇല്ല, CRPC ഇല്ല, തെളിവ് നിയമം, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറയുന്ന നിയമമില്ല. പക്ഷെ ഇവയെല്ലാം തമ്മിൽ ബന്ധമുണ്ട്. തീർത്തും പുതിയൊരു നിയമമല്ല ഉണ്ടായിട്ടുള്ളത്. പഴയ നിയമത്തിലെ തന്നെ പല സെക്ഷൻസും അതേപോലെ തന്നെ റീറ്റെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല സെക്ഷൻസും കാലോചിതമായിട്ട് അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല കാര്യങ്ങളും അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ലാത്ത പല കാര്യങ്ങളും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പൊ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട്, അതിന്റെ ഒരു ഫൗണ്ടേഷൻ ഉള്ളത് കൊണ്ട് പഠിക്കുക എന്നുള്ളത് എളുപ്പമായിരിക്കും. പക്ഷെ പഠിക്കുക തന്നെ വേണം. എല്ലാരെയും പോലെ പുതിയ നിയമങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം പ്രേക്ഷകർക്ക് ഇവിടെ ഞാൻ ചോദിക്കുകയാണ്. അതായത് ഇപ്പോഴുള്ള നമ്മുടെ ഈ ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ നിയമങ്ങൾ പൊളിച്ചെഴുതി നമ്മുടെ രാജ്യത്തിന്റെ തനതായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരികയാണെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയുമ്പോൾ അത് പൊളിച്ചെഴുതിയിട്ടില്ല എന്നാണോ ചേട്ടൻ പറയുന്നത്? അത് പൊളിച്ചെഴുതാതെ അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ കൂട്ടിച്ചേർക്കുക മാത്രമാണ് ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്? നിയമത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഫിലോസഫി, അടിസ്ഥാനപരമായിട്ടുള്ള ഔട്ട്ലുക്ക്, അടിസ്ഥാനപരമായിട്ടുള്ള ഇന്റൻഷൻ, ഈ 3 കാര്യങ്ങളാണ് മാറിയിട്ടുള്ളത്. നിയമം എന്ന് പറയുന്നത് IPC ഇപ്പൊ നമ്മൾ തെഫ്റ്റ് ഒരു ഒഫൻസ് ആണ്. മോഷണം എന്ന് പറയുന്നത് ഒരു തെറ്റാണ്. അത് ബ്രിട്ടീഷുകാരുടെ ഉണ്ടാക്കിയിട്ടുള്ള നിയമമായതുകൊണ്ട് ഇന്ത്യക്കാരൻ പുതിയ നിയമം ഉണ്ടാക്കുമ്പോൾ തെഫ്റ്റ് നമുക്ക് കുറ്റമല്ലാണ്ടാക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ മർഡറിനെ നമുക്ക് കുറ്റമല്ലാണ്ടാക്കാൻ സാധിക്കില്ല. റേപ്പിനെ കുറ്റമല്ലാണ്ടാക്കാൻ സാധിക്കില്ല. അപ്പൊ ലോകത്തെ എല്ലായിടത്തും ചില കാര്യങ്ങൾ കുറ്റകൃത്യങ്ങളാണ്. ആ കുറ്റകൃത്യങ്ങളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ നിയമങ്ങളിൽ ഉണ്ടാവും. ആ നിയമങ്ങൾ ആര് നിർമ്മിച്ചാലും അതേപോലെ തുടരും. എവിഡൻസ് ആക്ടിന്റെ ഒക്കെ അടിസ്ഥാനപരമായിട്ടുള്ള സങ്കേതങ്ങൾ, എന്തിനാണ് നമ്മൾ എവിഡൻസ് ആയിട്ട് അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കുക, എന്താണ് പ്രൈമറി എവിഡൻസ്, എന്താണ് സെക്കൻഡറി എവിഡൻസ്, ഈ കാര്യങ്ങളെല്ലാം വലിയ മാറ്റമൊന്നും ഇല്ലാണ്ട് തുടരേണ്ടതാണ്. അതേപോലെ തന്നെ CRPC എന്ന് പറയുന്നത് പ്രൊസീജിയറുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് ഒരു ക്രിമിനൽ കേസിന്റെ വിചാരണ വേണമെങ്കിൽ ഒരു കോടതിയിൽ പാലിക്കേണ്ട പ്രൊസീജിയർ എന്താണ്? ഇപ്പൊ സിവിൽ കേസുകളിലാണെങ്കിൽ CPC, സിവിൽ പ്രൊസീജിയർ കോഡ് ഉണ്ട്. അതേപോലെ തന്നെ ക്രിമിനൽ കേസുകളിൽ നമ്മൾ പാലിക്കുന്ന പ്രൊസീജിയറാണ് CRPC. പ്രൊസീജിയറുകൾക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഔട്ട്ലുക്ക് ആണ് മാറുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന നിയമം, നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഏതാണ്ട് 75 വർഷങ്ങളായി. ആസാദി കാ അമൃത് മഹോത്സവം നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെ നമ്മൾ പിന്തുടർന്നിരുന്ന നിയമം, ഇന്ത്യയിലെ ക്രിമിനൽ നിയമം, ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്ന 1860 നടപ്പാക്കിയിട്ടുള്ള നിയമമാണ്. 1860 ബ്രിട്ടീഷുകാരൻ ആ നിയമം പുറപ്പെടുവിക്കുമ്പോൾ അയാളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഭാരതീയ സമൂഹം കുറ്റകൃത്യങ്ങളൊന്നും ഇല്ലാതെ വളരെ സമാധാനപരമായ റൂൾ ഓഫ് ലോ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമായി മാറട്ടെ എന്നുള്ളതല്ല. തങ്ങൾക്കെതിരായിട്ട് ഒരു പ്രതിഷേധം പോലും, ഒരു തരത്തിലുള്ള പ്രതികരണം പോലും, ഒരു തരത്തിലുള്ള മുന്നേറ്റം പോലും ആ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്ന മട്ടിൽ ആ സമാജത്തെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിലെ ക്രിമിനൽ നിയമങ്ങളൊക്കെ ഉണ്ടായത്. സമാനമായിട്ടുള്ള ഒരു ആരോപണം ഇപ്പോൾ കേരളത്തിലുള്ള മാധ്യമ പ്രവർത്തകർ ഉയർത്തുന്നുണ്ട്. അതായത് രാജ്യദ്രോഹ കുറ്റം 124A ഒഴിവാക്കിയെന്ന് സർക്കാർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിന് സമാനമോ കൂടുതൽ ശക്തമോ ആയ 152 അടക്കം വകുപ്പുകൾ ഭാരതീയ ന്യായ സംഹിതയിലുണ്ട്. സർക്കാരിന് ഇത് ദുരുപയോഗം ചെയ്യാനും ദുർവ്യാഖ്യാനം ചെയ്യാനും സാധിക്കും. സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഈസി ആയിട്ട് ഈ രാജ്യദ്രോഹ കുറ്റം അല്ലെങ്കിൽ ഈ വകുപ്പ് ചുമത്തി തുറുങ്കിലടയ്ക്കാൻ സാധിക്കും എന്നാണ് പല വിമർശകരും പറയുന്നത്. ഇതിനോടുള്ള പ്രതികരണം എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ പഴയ നിയമം തന്നെ നിലനിർത്തിയാൽ മതിയായിരുന്നല്ലോ. സർക്കാരിന്റെ വിമർശകരെ തുറങ്കിലടയ്ക്കാനോ അവരെ ശിക്ഷിക്കാനോ ആണ് ആവശ്യമെങ്കിൽ നിലനിൽക്കുന്ന വളരെ മർദ്ദക സ്വഭാവമുള്ള നിയമം മാറ്റിയിട്ട് പുതിയൊരു നിയമം കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറയാൻ ശ്രമിച്ചതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ്. ഇന്ത്യയിലെ ക്രിമിനൽ നിയമം മുഴുവൻ നിങ്ങൾ നോക്കിക്കോളൂ. ബ്രിട്ടീഷുകാര് എത്രയോ കാലമായിട്ട് ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. പക്ഷെ 1860 മാത്രമാണ് അവർക്ക് ഇന്ത്യയിൽ ക്രിമിനൽ നിയമം ഉണ്ടാക്കണമെന്ന് ആഗ്രഹം തോന്നിയത്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് ഇന്ത്യൻ സമൂഹത്തിൽ സമാധാനം ഉണ്ടാക്കണം എന്നുള്ള ആവശ്യം വന്നുകൊണ്ടല്ല. റിവോൾട്ട് ഓഫ് 1857 പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലെ ക്രിമിനൽ നിയമങ്ങൾ ഉടലെടുക്കുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ യുദ്ധം എന്ന് വിളിക്കുന്ന മുന്നേറ്റമാണ് റിവോൾട്ട് ഓഫ് 1857. അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ ജാതി മതത്തിന് അതീതമായിട്ട് ഇന്ത്യയിലെ എല്ലാ പ്രദേശത്തു നിന്നുമുള്ള ആളുകൾ സംഘടിതമായിട്ടൊരു സായുധ കലാപം നയിക്കുകയാണ്.
അവിടെ അന്ന് വരെ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരന്റെ പ്രതികരണ ശേഷിയെ പറ്റിയിട്ടുള്ള ഇവരുടെ കാഴ്ചപ്പാട് തന്നെ മാറി പറയാണ്. ഇവർ ഇത്രയും വലിയൊരു സമരം സംഘടിപ്പിക്കാൻ ശേഷിയുള്ളവരാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയാണ്. അങ്ങനെ ഇന്ത്യൻ സമൂഹത്തിന്റെ സമാധാന ബോധത്തിൽ മാത്രം വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇനി ഇവരെ ഭരിക്കാൻ സാധിക്കില്ല, ഇവരെ അടിച്ചമർത്താനുള്ള ശക്തമായിട്ടുള്ള നിയമോപാധികൾ ആവശ്യമുണ്ട് എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഇന്ത്യയിൽ നിയമം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിമിനൽ നിയമത്തിൽ വ്യക്തികൾക്കെതിരെയുള്ള കുറ്റകൃത്യത്തിന് ഏറ്റവും ചെറിയ പ്രയോറിറ്റി ഉള്ളൂ. ഇന്ത്യൻ പീനൽ കോഡിന്റെ ചാപ്റ്റർ 16 ആണ് ഒഫൻസസ് അഗെയിൻസ്റ്റ് ബോഡി, അല്ലെങ്കിൽ ഒരാൾക്ക് നേരെയുള്ള, വ്യക്തിക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങൾ. ആദ്യ ഭാഗങ്ങളിൽ മുഴുവൻ ചർച്ച ചെയ്യുന്നത് എന്താ? ഒഫൻസസ് അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ് ആണ്, ഒഫൻസസ് അഗെയിൻസ്റ്റ് ആർമി ആൻഡ് നേവി ആണ്, ഒഫൻസസ് അഗെയിൻസ്റ്റ് എന്താണ് ഒഫീഷ്യൽ ആയിട്ടുള്ള എന്താ പറയുക ഒഫീഷ്യൽ ഡോക്യുമെന്റ്സുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ സ്റ്റാമ്പ്സുമായിട്ട് ബന്ധപ്പെട്ടത്, വെയ്റ്റ്സുമായിട്ട് ബന്ധപ്പെട്ടത്, അതായത് കണ്ടംപ്റ്റ് അഗെയിൻസ്റ്റ് ഒഫീഷ്യൽസ്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ. ഇങ്ങനെ ഇതാണ് ബേസിക് പ്രയോറിറ്റി എന്ന് പറയുന്നത്. ജനങ്ങളെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളതല്ല, സ്റ്റേറ്റിനെ ജനങ്ങളുടെ കലാപത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ നിയമത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം ജസ്റ്റിസ് എൻഷോർ ചെയ്യുക എന്നുള്ളതല്ല, ഡിസിപ്ലിൻ എൻഷോർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു നിയമത്തിന്റെ ബേസിക് ആയിട്ടുള്ള ലക്ഷ്യം യഥാർത്ഥത്തിൽ നീതി നടപ്പാക്കുക എന്നുള്ളതാവണം. ഇന്ത്യയിലെ ക്രിമിനൽ നിയമത്തിന്റെ സ്വഭാവം നീതി നടപ്പാക്കുക എന്നുള്ളതായിരുന്നില്ല. ഇന്ത്യൻ പൊതുസമൂഹത്തെ എല്ലാ കാലത്തും ഭരണവർഗത്തിന് കീഴിൽ മെരുക്കി നിർത്തുക എന്നുള്ളതായിരുന്നു. അത് ഇത്രയും വ്യത്യസ്തമായിട്ട് എന്താണ് ഈ നിയമത്തിൽ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് പ്രധാനമായിട്ട് പറയണം. കാരണം ഇപ്പൊ നമ്മളിപ്പോ ഉപേക്ഷിച്ച ആ IPC CRPCയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ നിയമം വരുമ്പോ ജനങ്ങൾക്ക് എത്രത്തോളം അത് ഉപകാരപ്രദമാണ് എന്ന് വളരെ സിമ്പിൾ ആയിട്ടൊന്ന് പറയാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളായി പറയാനുള്ളത് പ്രയാസമാണ്. കാരണം വളരെ ദീർഘമായിട്ടുള്ള നിയമങ്ങളാണ്. നമുക്കറിയാം ഇന്ത്യൻ പീനൽ കോഡ് ആയിരുന്നു എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ അറിയട്ടോ, അതായത് 6 മാസത്തിനകം കുറ്റാന്വേഷണം പൂർത്തിയാക്കി വിധി പ്രസ്താവിച്ചിരിക്കണം എന്നുള്ളൊരു കാര്യം അതിനകത്തുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 90 ദിവസത്തിൽ കുറ്റപത്രം സമർപ്പിച്ച് 6 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു ഗംഭീരമായിട്ടുള്ള ഒരു സാധനമാണ്. അത് നമ്മുടെ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള നിയമങ്ങൾ ശക്തിപ്പെടുത്തണം എന്ന് പറഞ്ഞൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. പിന്നെ സാമൂഹിക സേവനം കൊണ്ടുവന്നു എന്ന് പറയുന്നത് 5000 രൂപയ്ക്ക് താഴെയുള്ള കവർച്ച, പോക്കറ്റടി, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സാമൂഹിക സേവനം പ്രതിഫലേച്ഛ ഇല്ലാതെയുള്ളത് നടപ്പിലാക്കണം എന്ന് പറഞ്ഞൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള സംഭവമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഈ രാജ്യദ്രോഹ കുറ്റവും പിന്നെ ഏറ്റവും പ്രശ്നമായിട്ട് ആസ് എ ജേർണലിസ്റ്റ് എനിക്ക് തോന്നുന്നത് ഈ ഡിജിറ്റൽ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് അടക്കമുള്ള കാര്യങ്ങൾ എവിഡൻസ് ആയിട്ട് പിടിച്ചെടുക്കാനുള്ള അധികാരം പോലീസിന് കൊടുക്കുന്ന ഒരു വകുപ്പ് ആ നിയമത്തിനകത്തുണ്ട് എന്ന് കേൾക്കുന്നു. അത് സ്വാഭാവികമായിട്ടും വലിയ രീതിയിൽ വിമർശനം ഇപ്പൊ രാജ്യത്തിനകത്ത് ഉയരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രാജ്യത്തുള്ള സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് വലിയ പ്രശ്നമായത് ഭവിക്കും എന്നും പറയുന്നുണ്ട്. എന്ത് തോന്നുന്നു അത്? നോക്കൂ, ഈ നിലനിന്നിരുന്ന നിയമത്തിൽ സെഡീഷൻ എന്ന് പറയുന്നത് ഒഫൻസ് ഓഫ് ക്രിയേറ്റിംഗ് എനിമിറ്റി ഓർ ഹോസ്റ്റിലിറ്റി ടുവേർഡ്സ് ദ ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്നുള്ളതായിരുന്നു. അതായത് സർക്കാരിനെതിരെ വിപ്രതിപത്തിയോ അതൃപ്തിയോ ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുക എന്നുള്ള, അവിടെ ഗവൺമെന്റ് എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. ആദ്യം ആ നിയമത്തിൽ ഉണ്ടായിരുന്നത് ബ്രിട്ടീഷ് ക്രൗൺ എന്നായിരുന്നു. ബ്രിട്ടീഷ് ക്രൗണിനെതിരായിട്ട് ഏതെങ്കിലും തരത്തിൽ ജനങ്ങളെ പ്രകോപിപ്പിക്കുകയോ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നതായിരുന്നു. പിന്നീട് നമ്മൾ നിയമം കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതിന് ശേഷം നമ്മൾ ഇന്ത്യയിൽ സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ നമ്മൾ അത് അമെൻഡ് ചെയ്ത ശേഷം ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്നാക്കി മാറ്റി. അപ്പോൾ പോലും ഗവൺമെന്റിനെ വിമർശിക്കുന്നതായിരുന്നു നമ്മുടെ രാജ്യദ്രോഹ കുറ്റമായിട്ട് പരിഗണിച്ചിരുന്നത്. എന്താ പറയാ, പ്രൊമോട്ടിംഗ് ഡിസാറ്റിസ്ഫാക്ഷൻ ഓർ ഹേറ്റ്രഡ് അഗെയിൻസ്റ്റ് ദ ഗവൺമെന്റ് എന്നുള്ളതൊക്കെയായിരുന്നു അതിൽ പറഞ്ഞിരുന്നത്. ഇപ്പൊ നോക്കൂ, ഇപ്പൊ ആ ഒഫൻസ് തന്നെ എടുത്തു കളഞ്ഞു. ഗവൺമെന്റിനെ വിമർശിക്കുക എന്ന് പറയുന്നത് ഒരാളുടെ മൗലികമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്, ജനാധിപത്യപരമായിട്ടുള്ള അവകാശമാണ്. പക്ഷെ ഇപ്പോ സെഡീഷന് പകരം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള എന്താണ്? ആക്ട്സ് ദാറ്റ് ആർ ഡേഞ്ചറസ് ടു യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദ നേഷൻ ഓർ സോവർണിറ്റി ഓഫ് ദ നേഷൻ. രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും എതിരെ പ്രവർത്തിക്കുന്നതിനെയാണ് നമ്മളിപ്പോ കുറ്റകൃത്യമാക്കി കൊണ്ടുവന്നത്. അതായത് മുന്നേ ഉണ്ടായിരുന്നത് സർക്കാരിനെ വിമർശിക്കുന്നതിനെ രാജ്യദ്രോഹമായി കണക്കാക്കുന്ന ഒരു വകുപ്പായിരുന്നെങ്കിൽ ഇവിടെ സർക്കാരിനെ വിമർശിക്കുന്നതിനെ കുറ്റമല്ലാതാക്കി പകരം രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും പരമാധികാരയും തകർക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുക എന്നുള്ളത് അത് ന്യായമായിട്ട് ഏതൊരു പരമാധികാര രാഷ്ട്രത്തിലും വേണ്ട ഒരു നിയമമല്ല. അല്ലാണ്ട് രാജ്യത്തിനെതിരെ ആർക്കും എന്തും ചെയ്യാം, എന്ത് തരത്തിലുള്ള വിഘടന പ്രവർത്തനങ്ങളും ഏർപ്പെടാം എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതേപോലെ തന്നെ ടെററിസം എന്ന് പറയുന്ന കാര്യത്തെ ഒരു കുറ്റകൃത്യമാക്കി കൊണ്ടുവന്നു. ഇതുവരെ നമ്മുടെ നിയമത്തിൽ ടെററിസത്തെ ഒരു കുറ്റകൃത്യമാക്കി കണക്കാക്കിക്കൊണ്ട് അതിനെ ശിക്ഷിക്കാൻ ഒരു വകുപ്പ് IPC ഉണ്ടായിരുന്നില്ല. നമ്മൾ പോട്ട പോലെ അല്ലെങ്കിൽ UAPA പോലെയുള്ള വേറെ സ്പെഷ്യലൈസ്ഡ് നിയമങ്ങളാണ് ഉണ്ടായിരുന്നത്.
എന്നാൽ IPCക്ക് ഉള്ളിൽ തന്നെ ടെററിസം പോലെയുള്ള കുറ്റകൃത്യങ്ങൾ വന്നു. മോബ് ലിഞ്ചിങ്ങിനെതിരായിട്ട് ആദ്യമായിട്ടൊരു വകുപ്പ് വരുന്നു. നമ്മൾ മോബ് ലിഞ്ചിങ് എന്ന് പറയുന്ന സെക്ഷൻ ഡിസ്കസ് ചെയ്തില്ല. ഗ്യാങ് റേപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ വകുപ്പുകൾ വരുന്നു. അതേപോലെ തന്നെ ആധുനികമായിട്ട് വലിയ പരിഷ്കരണങ്ങളുണ്ട്. ഇപ്പൊ പറഞ്ഞതുപോലെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്നതിന്റെ പീരീഡ് 90 നിന്ന് 60 ദിവസത്തിലേക്ക് കൊണ്ടുവന്നു. ട്രയൽ മുഴുവൻ പൂർത്തീകരിക്കാനുള്ള സമയം എന്ന് പറയുന്നത് 180 ഡേയ്സ്, 6 മാസം എന്നുള്ള പീരീഡിലേക്ക് കൊണ്ടുവന്നു. 0 FIR എന്ന് പറയുന്ന സങ്കല്പം കൊണ്ടുവന്നു. ഒരു കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ തന്നെ FIR ഇടണം. അത് ഏത് സ്റ്റേഷനിലാണോ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ തന്നെ FIR ഇടണം. ഇത് ജുറിസ്ഡിക്ഷൻ ഇവിടെയല്ല, വേറെ സ്റ്റേഷനിലേക്ക് പോകണമെന്ന് പറയേണ്ടതില്ല. അവിടെ FIR ഇട്ടതിന് ശേഷം കൺസേൺ സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് വേണ്ടത് എന്ന് പറയുന്ന തരത്തിൽ മാറ്റം വന്നു. ഇലക്ട്രോണിക് എവിഡൻസുകളെ എന്താ പറയാ, ഈ ഡിജിറ്റൽ എവിഡൻസുകളെ പ്രൈമറി എവിഡൻസ് ആയി തന്നെ പരിഗണിക്കുന്ന മട്ടിൽ എവിഡൻസ് ആക്ടിൽ നിയമം വന്നു. അതായത് ഈ നിയമങ്ങളൊന്നും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇല്ലാതിരുന്നിരുന്ന ഒരുപാട് സങ്കേതങ്ങൾ. നമുക്ക് IPC ഉണ്ടായത് 1860-ലാണ്. ഈ പറയുന്ന എവിഡൻസ് ആക്ട് ഉണ്ടായത് 1872-ലാണ്. ഈ CRPC 1973-ൽ 41 ലോ കമ്മീഷന്റെ പ്രകാരം നമ്മൾ അവന്റ് ചെയ്തെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അത് 1882-ൽ ഉണ്ടാക്കിയ നിയമമാണ്. 1898-ൽ അവന്മെന്റ് കഴിഞ്ഞ നിയമമാണ് നമ്മൾ പാലിച്ചോട്ട് വന്നിരുന്നത്. അപ്പൊ ഈ നിയമങ്ങളൊന്നും ഉണ്ടായ കാലത്ത് ഇന്റർനെറ്റ് ഉണ്ടായിട്ടില്ല, ആഗോളവൽക്കരണം നടന്നിട്ടില്ല, ആധുനിക ജനസമൂഹം എന്ന് പറയുന്ന ഒരു സംവിധാനം, രണ്ടാം ലോക മഹായുദ്ധം പോലും നടന്നിട്ടില്ല. അപ്പോ അന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ട് ഉണ്ടാക്കിയിരുന്ന കൊളോണിയൽ നിയമങ്ങളെയാണ്, ബ്രിട്ടീഷ് താല്പര്യപ്രകാരം ഉണ്ടാക്കിയിരുന്ന കൊളോണിയൽ നിയമങ്ങളെയാണ്, ജനങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി ഉണ്ടാക്കിയുള്ള കൊളോണിയൽ നിയമങ്ങളെയാണ് നമ്മളൊരു സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ രാഷ്ട്രമായതിനു ശേഷവും അനുവർത്തിച്ചു പോന്നിരുന്നത് എന്നുള്ളത് തന്നെ ലജ്ജാകരാണ്. അതുകൊണ്ട് തന്നെ ഈ മാറ്റം വളരെ നേരത്തെ വേണ്ടതായിരുന്നു. എന്നാൽ ഒരു കംപ്ലീറ്റ് ഓവർഹോൾ നടത്തുന്നതിന് പകരം വളരെ കൃത്യമായിട്ടുള്ള ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള പരിഷ്കരണത്തിനാണ് നമ്മൾ തയ്യാറായിട്ടുള്ളത്. ഒറ്റയടിക്ക് നിയമങ്ങളെ മുഴുവൻ എടുത്ത് കളയാനുള്ള രീതിയിലല്ല, അതിന്റെ നല്ല വശങ്ങളെ റീറ്റെയിൻ ചെയ്തുകൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ട്. ഇപ്പോ IPCയിൽ 511 വകുപ്പുകളാണ് മുന്നേ ഉണ്ടായിരുന്നത്. ഇപ്പോ നമ്മുടെ ഭാരതീയ ന്യായ സംഹിത വന്നപ്പോൾ വകുപ്പുകളുടെ എണ്ണം തന്നെ 358 മാറി. ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഡെഫിനിഷൻ ക്ലോസ് ഒക്കെ ഒരുപാട് പറഞ്ഞു നടന്നിരുന്നതിനൊക്കെ ചുരുക്കി കൊണ്ടുവന്നിട്ട് 358 വകുപ്പുകൾ മാത്രമായി. 21 പുതിയ വകുപ്പുകൾ വന്നു. അതേപോലെ തന്നെ 44 കുറ്റകൃത്യങ്ങൾക്ക് മിനിമം പണിഷ്മെന്റ് ഇംപ്രിസൺമെന്റ് ആക്കി. 82 കുറ്റകൃത്യങ്ങൾക്ക് ഫൈൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. മിനിമം പണിഷ്മെന്റ് എന്ന് പറയുന്നത് 25 കുറ്റകൃത്യങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ 19 കുറ്റങ്ങളല്ലാതെ ആക്കി റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 377 സുപ്രീം കോടതി ഡീക്രിമിനലൈസ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരുപാട് ആധുനിക കാലഘട്ടത്തിൽ കുറ്റമല്ലാത്ത, ഇപ്പോ ഇത് വന്ന എന്താണ് ലീഗൽ മെട്രോളജി ആക്ട് വന്നതിന് ശേഷം ഈ പറയുന്ന വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും IPCയിൽ ഒഫൻസ് ആവശ്യമില്ല. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എടുത്തു കളഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വലിയ മാറ്റം IPCയുടെ ടെക്സ്റ്റിൽ തന്നെ, അതിന്റെ ഓർഡറിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത എടുക്കുകയാണെങ്കിൽ CRPCയിൽ 484 വകുപ്പാണ് ഉണ്ടായിരുന്നെങ്കിൽ BNSSൽ 531 വകുപ്പുകളാണ് ഉള്ളത്. 177 വകുപ്പുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. 9 പുതിയ സെക്ഷനുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. 39 സബ് സെക്ഷനുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. 14 സെക്ഷനുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോ CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡിലും വലിയ ശ്രദ്ധേയമായിട്ടുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട്. എവിഡൻസ് ആക്ടിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ എവിഡൻസ് ആക്ടിൽ ഇതുവരെ 166 വകുപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ 4 വകുപ്പുകൾ കൂടി ചേർത്തുകൊണ്ട് ഭാരതീയ സാക്ഷി അധിനിയമത്തിൽ 170 വകുപ്പുകളാണുള്ളത്. 24 സെക്ഷനുകളിൽ വലിയ വ്യത്യാസം, വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. 2 പുതിയ സെക്ഷനുകൾ, സബ് സെക്ഷനുകൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 6 സെക്ഷനുകൾ ഡിലീറ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്രിമിനൽ നിയമത്തിന്റെ അടിത്തറയായിട്ടുള്ള എവിഡൻസ് ആക്ട്, പീനൽ കോഡ്, പ്രൊസീജിയർ, ഇതിലെല്ലാം ആധുനിക കാലത്തിന്റെ എല്ലാ സങ്കേതങ്ങളെയും വെല്ലുവിളികളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള പുതിയൊരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഇന്ത്യൻ ലെജിസ്ലേഷൻ ഉണ്ടായി. ഒരു ഭാരതീയ നിയമം, അത് അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞ a law by the people of India, for the people of India, of the people of India. ഇന്ത്യക്കാർക്ക് വേണ്ടി ഇന്ത്യക്കാർ നിർമ്മിക്കുന്ന ഒരു ഇന്ത്യൻ നിയമം ഇപ്പോഴാണ് ഉണ്ടായത്. ഇതുവരെ നമ്മള് ഇന്ത്യക്കാർക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഇന്ത്യൻ നിയമം വെച്ചിട്ടാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഇതൊരു ഡീകോളനൈസേഷന്റെ പ്രോസസ്സിലെ വലിയൊരു നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണ്. ഒരു രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന്റെ ഒരു വലിയ ഘട്ടമാണ്. സ്വാതന്ത്ര്യം എന്ന സങ്കല്പം അതിന്റെ പൂർണ്ണതയിലേക്ക് കടക്കുന്നതിന്റെ വലിയൊരു അടയാളമാണ് എന്നുള്ള രീതിയിലാണ് അതിന് കൂടുതൽ പ്രാധാന്യമുള്ളത്. അതിന്റെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പല വിമർശനങ്ങളുണ്ട്. പല കാര്യങ്ങളിലും വേണ്ടത്ര പരിഷ്കരണം സംഭവിച്ചിട്ടില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ റേപ്പിനെയൊക്കെ ജെൻഡർ ന്യൂട്രൽ ആക്കണം എന്നുള്ളൊരു ആവശ്യം ഉണ്ടായിരുന്നു. ഇന്ത്യൻ നിയമപ്രകാരം സെക്ഷൻ 375 പ്രകാരം സ്ത്രീക്കെതിരായിട്ട് മാത്രം നടത്താൻ കഴിയുന്ന ഒരു കുറ്റകൃത്യമാണ് റേപ്പ് എന്ന് പറയുന്നത്. പുരുഷനെതിരായിട്ട് കുറ്റകൃത്യം റേപ്പ് നടത്താൻ സാധിക്കില്ല. പുരുഷനെതിരായിട്ട് ആ തരത്തിലുള്ള കുറ്റകൃത്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് 377 ആണ് ഉണ്ടായിരുന്നത്. എന്താണ് കാർണൽ ഇന്റർകോഴ്സ് അഗെയിൻസ്റ്റ് ദ ഓർഡർ ഓഫ് നേച്ചർ എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു. 377 ഡീക്രിമിനലൈസ് ചെയ്തോടെ പുരുഷന്മാരെ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യാനൊരു വകുപ്പില്ലാണ്ടേ. ഇപ്പോ പുതിയ നിയമം വന്ന സമയത്ത് ജെൻഡർ ന്യൂട്രൽ ആയിട്ട് ഇത്തരം കാര്യങ്ങളെ പരിഗണിക്കണമെന്നൊരു ആവശ്യം ഉണ്ടായിരുന്നു.
അത് നടന്നിട്ടില്ല. ഇപ്പോഴും സ്ത്രീക്കെതിരെ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കുറ്റകൃത്യമായിട്ടാണ് റേപ്പ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഈ മാരിറ്റൽ റേപ്പുമായി ബന്ധപ്പെട്ട് പല നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു, ആ കാര്യങ്ങൾ പരിഗണിക്കപ്പെട്ടിട്ടില്ല. അതേപോലെ തന്നെ പല കാര്യങ്ങളിലും എക്സാമ്പിളുകളൊക്കെ കൊടുത്ത സമയത്തൊക്കെ വളരെ ഒബ്സലീറ്റ് ആയിട്ടുള്ള വളരെ പഴയ എക്സാമ്പിളുകൾ കൊടുത്ത പോലെ തോന്നി. പല ഇല്ലസ്ട്രേഷൻസിലൊക്കെ എ ഈസ് റൈഡിങ് എ ചാരിയറ്റ്, ബി ഈസ് റൈഡിങ് എ ഹോഴ്സ് എന്നൊക്കെ പറയുന്ന ഉദാഹരണങ്ങൾ. അത് 1860 ശരിയാണ്, എ ഒരു രഥം ഓടിക്കുകയാണ്, മറ്റാളൊരു കുതിര ഓടിക്കുകയാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ടല്ല. അപ്പൊ അതിലൊക്കെ വേണ്ടത്ര മൈൻഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും സൈബർ സംശയം തോന്നുന്നു. സുരക്ഷയിൽ പക്ഷെ എത്രത്തോളം ഇത് നമ്മൾ ഏറ്റവും വീക്കായി നിൽക്കുന്നത് സൈബർ സുരക്ഷയിലാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആ സൈബർ സുരക്ഷ എത്രത്തോളം ഊട്ടി ഉറപ്പിക്കാൻ ഈ നിയമം സഹായിക്കുന്നുണ്ടെന്നൊന്ന് പറയാം. സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസും ഭാരതീയ ന്യായ സംഹിതയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യലൈസ്ഡ് ലെജിസ്ലേഷൻ നമുക്കുണ്ട്. അപ്പോ ആ കാര്യവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ മുഴുവനായിട്ട് പഠിച്ചിട്ടില്ല. ഈ 358 പുതിയ സെക്ഷനുകൾ ഞാൻ പക്ഷെ അതുമായിട്ട് ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം ഈ ഡിജിറ്റൽ തെളിവായി ലാപ്ടോപ്പ് ഫോണും വിളിച്ചു വരുത്താനും പരിശോധിക്കാനും ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകുന്നത് സ്വകാര്യതാ ലംഘനത്തിന് വഴിയൊരുക്കും എന്നുള്ളതാണ്. അതെങ്ങനെ നമ്മൾ തരണം ചെയ്യും? അല്ല നോക്കൂ, അവിടെ ഒരു വ്യത്യാസം ഉള്ളത് എന്താന്ന് വെച്ചാൽ, ഒരു കുറ്റകൃത്യത്തിൽ ഈ പറയുന്ന ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഡിജിറ്റൽ ആയിട്ടുള്ള എക്യുപ്മെന്റ് അതൊരു മെറ്റീരിയൽ ഒബ്ജക്റ്റ് ആണോ അതോ ആ കാര്യത്തിലേക്കുള്ള ഒരു എവിഡൻസ് ആണോ എന്നുള്ളതാണ് കാര്യം. ഇത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ആ കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു സാമഗ്രിയാണെങ്കിൽ അതൊരു കുറ്റകൃത്യത്തിലെ മെറ്റീരിയൽ ഒബ്ജക്റ്റ് ആണ്. ഒരു കള്ളൻ അല്ലെങ്കിൽ ഒരു അക്രമി ഒരാളെ ഒരു കത്തി ഉപയോഗിച്ച് കുത്തുമ്പോ ആ കത്തി അയാളുടെ കുറ്റകൃത്യത്തിലെ ഒരു ഉപാധിയാണ്, ഉപകരണമാണ്. അത് തെളിവായിട്ട് കോടതിയിൽ സ്വീകരിക്കേണ്ടതാണ്. അതേപോലെ ഒരാൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടോ നിയമപ്രകാരം കുറ്റകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ ഉപാധി എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ ഒബ്ജക്റ്റ് ആയിട്ടാണ് പരിഗണിക്കേണ്ടത്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ടിന്റെ പ്രൊവിഷൻ പ്രകാരം ആ സാധനം കൺഫിസ്കേറ്റ് ചെയ്യുകയും അത് ഫോറൻസിക് ലാബിലേക്ക് പരിശോധനയ്ക്ക് അയക്കുകയും എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട്. അതല്ലാണ്ട് ഓക്കെ ഇതൊക്കെ താങ്കൾ ഒരു വക്കീലായതുകൊണ്ട് താങ്കൾക്ക് പറയാം. പക്ഷെ ഇവിടുത്തെ സാധാരണക്കാരൻ എന്ത് ചെയ്താലും അല്ലെങ്കിൽ എന്ത് കുറ്റം ചെയ്താലും അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാൻ ചെന്നാലും ഒരു കുറ്റാരോപിതനാണെന്ന് പറഞ്ഞ് ചെന്നാൽ പോലും അവന്റെ മൊബൈൽ ആദ്യം പിടിച്ചു വാങ്ങിച്ച് പരിശോധിക്കുന്ന ഒരു പോലീസാണ് പക്ഷെ ഇത് ഇവിടുത്തെ പോലീസിനെ അറിയില്ല, പോലീസിനെ അത് കേൾക്കണ്ടല്ലോ. പോലീസ് നമ്മുടെ മൊബൈൽ കൊടുത്തില്ലെങ്കിൽ പോലീസിന്റെ സുരക്ഷാ സംഹിത പ്രകാരം അല്ലല്ലോ. അതിന് ഈ നിയമം എന്ത് പഠിച്ചു? ഈ നിയമം ഇല്ലാത്തപ്പോഴും പോലീസുകാർ ചെയ്തിരുന്നല്ലേ. നോക്കൂ, ഒരാള് ഒരു തെറ്റായ പ്രവൃത്തി നിയമത്തിന്റെ അഭാവത്തിൽ ചെയ്യുന്നത് ആ വ്യക്തിയുടെ പോരായ്മയാണ്. അതിന് വ്യക്തിയെ ശിക്ഷിക്കുകയാണ് വേണ്ടത്. അതിന് ആ നിയമത്തിന് യാതൊരു ബന്ധവുമില്ല. ഭാരതീയ സുരക്ഷാ സംഹിതയിൽ എവിടെയും തെളിവിന്റെ അഭാവത്തിൽ ഒരാളുടെ മൊബൈൽ ഫോണോ അയാളുടെ എന്തെങ്കിലും ഡിജിറ്റൽ ഗാഡ്ജറ്റോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് പിടിച്ചെടുക്കാനുള്ള അധികാരമുണ്ട് എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഇല്ല. നേരെ തിരിച്ച് ഇത് ഒരു ക്രൈമുമായി ബന്ധപ്പെട്ട നിർണായക തെളിവായിരിക്കുന്ന ഘട്ടത്തിൽ അതിന്റെ ഫോറൻസിക് പരിശോധന ആവശ്യമാവുന്ന ഘട്ടത്തിൽ ആ ഇൻസ്ട്രുമെന്റ് പിടിച്ചെടുക്കാതിരിക്കാൻ സാധ്യമല്ല. അത് ആ കേസിനെ കോംപ്രമൈസ് ചെയ്യും. പിന്നെ ഈ ക്രിമിനൽ നിയമങ്ങൾക്ക് മുൻകാല പ്രാബല്യം ഇല്ലാതാക്കുന്നത് വിചാരണ കോടതികളിലും മറ്റും ആശയക്കുഴപ്പത്തിന് വകവയ്ക്കും എന്നുള്ളൊരു ആരോപണവും ഉയരുന്നുണ്ട്. അങ്ങനെ നമുക്ക് മുൻകാല പ്രാബല്യം കൊണ്ടുവരാൻ പറ്റില്ല. ഇന്ത്യയിലെ തന്നെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 20 പ്രകാരം ആർട്ടിക്കിൾ 20 പറയുന്നുണ്ടല്ലോ, റൈറ്റ് ഓഫ് കൺവിക്സ് എന്ന് പറയുന്ന പോർഷനിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് എക്സ്പോസ്റ്റ് ഫാക്ടോല്ലോ, അതായത് മുൻകാലങ്ങളിൽ നടത്തപ്പെട്ടിട്ടുള്ള ഒരു നിലനിന്നിരുന്ന ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കുറ്റകരമല്ലാത്തൊരു പ്രവൃത്തി നമുക്ക് ശിക്ഷിക്കാൻ സാധിക്കില്ല. ഇന്ന് നിലനിൽക്കുന്ന ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആ നിയമം ഇല്ലാത്ത കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയെ നമുക്ക് ശിക്ഷിക്കാൻ സാധിക്കില്ല. അപ്പോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്നിപ്പോ നമ്മുടെ രാജ്യത്ത് സൈക്കിൾ ഓടിക്കുന്നത് കുറ്റമല്ല. നാളെ ഇപ്പൊ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ അമെന്റ്മെന്റ് വന്നിട്ട് റോഡിലേക്ക് സൈക്കിളായിട്ട് ഇറങ്ങാൻ പാടില്ല എന്നൊരു പ്രൊവിഷൻ വന്നു. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് ബൈക്കെങ്കിലും വേണം, സൈക്കിൾ എന്ന് പറയുന്ന റോഡിലേക്ക് ഇറക്കാൻ പാടില്ല നിയമം വന്നു. അതുകൊണ്ട് ഇത്രയും കാലം സൈക്കിൾ ഓടിച്ചവരെ ശിക്ഷിക്കാൻ പറ്റില്ല. നാളെ നിയമം വന്നത് മുതൽക്കുള്ള സാഹചര്യത്തിൽ ശിക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ നിയമത്തിന് ഇന്ന് ജൂലൈ 1-ാം തീയതിയാണ് നമ്മൾ കഴിഞ്ഞ ഡിസംബറിലാണ് നിയമം പാസ്സാക്കിയത്. നമ്മൾ 6 മാസം കൺസൾട്ടേഷൻ ടൈമാണ് വെച്ചിരുന്നത്. രാജ്യത്തിന്റെ ബഹുമാനപ്പെട്ട കോടതികളിലെ ന്യായാധിപന്മാരിൽ നിന്നും ലീഗൽ ലൂമിനറികളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ഒക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുകയായിരുന്നു. ഈ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നിയമത്തിൽ വേണ്ട പരിഷ്കരണങ്ങളൊക്കെ നടത്തിയതിനു ശേഷമാണ് ജൂലൈ 1-ാം തീയതി നിയമം നടപ്പാക്കുന്നത്. ഇന്നലെ വരെ നടത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ IPC-ക്കും CRPC-ക്കും അടിസ്ഥാനത്തിൽ തന്നെയാണ് വിചാരണ ചെയ്യപ്പെടുക. അതല്ലാണ്ട് ഇന്നലെ BNS-ഓ ഇന്നലെ BNSS-ഓ നിലവിലില്ല. ഇന്ന് മുതൽ നടത്തിയിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ്
ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യവഹരിക്കപ്പെടുക. സ്വാഭാവികമായിട്ട് കുറെ കാലത്തേക്ക് രണ്ട് സംവിധാനങ്ങളും തുടർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഒരേ കോടതിയിൽ തന്നെ രണ്ട് നിയമങ്ങളുടെ അടിസ്ഥാനത്തിലും വിചാരണ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഈ IPC പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ കഴിയുകയും BNSS പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ മാത്രം ഉണ്ടാവുകയും ചെയ്യാൻ ഒരു കാലത്തിന്റെ ഒരു ടൈം വിൻഡോ ഉണ്ട്. അപ്പൊ ഈ നിയമങ്ങളൊക്കെ ഇപ്പോ എത്തുമ്പോ ഇത് പൊതുജനങ്ങളെ ഏത് തരത്തിലായിരിക്കും ഇത് ബാധിക്കുന്നത് എന്നുള്ളത് ആശയക്കുഴപ്പം ഇപ്പോ അഡ്വക്കേറ്റ്സിനുണ്ടെന്ന് കേൾക്കുന്നു. പോരാത്തതിന് ഡൽഹി ബാർ കൗൺസിൽ കത്ത് കൊടുത്തിട്ടുണ്ട്. മമതാ ബാനർജി കത്ത് എഴുതിയിട്ടുണ്ട് ഇത് പെട്ടെന്ന് നടപ്പിലാക്കരുതെന്ന്. കാരണം പോലീസുകാർക്കടക്കം ഈ നിയമത്തിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു വിമർശനമുണ്ട്. അതായത് മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിയമങ്ങൾ വീണ്ടും പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വിട്ട് മാത്രമേ നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ, അങ്ങനെ നടപ്പാക്കാവൂ എന്നാണ് പ്രതിപക്ഷം ഇതിലൊരു നിലപാടെടുത്തിരിക്കുന്നത്. ഇതിനെ എങ്ങനെ കാണുന്നു? അത് ശുദ്ധ അസംബന്ധമാണ്. അതായത് അവർ പറയുന്നത് തെരഞ്ഞെടുപ്പിൽ അവർക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടിയതുകൊണ്ട് രാജ്യത്തെ രാഷ്ട്രീയ അന്തരീക്ഷം മാറി, അതുകൊണ്ട് ഈ നിയമം ഇതേപോലെ നടപ്പാക്കിയാൽ പോരാ, വീണ്ടും പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്നാണ്. അതിന്റെ എന്താ അടിസ്ഥാനമുള്ളത്? ഈ നിയമം ചർച്ച ചെയ്യാനും പൊതുസമൂഹത്തിന് മനസ്സിലാക്കാനും ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കാവട്ടെ അധികാരികൾക്കാവട്ടെ ബന്ധപ്പെട്ട ട്രെയിനിങ്ങിനായാലും ആവശ്യമായിട്ടുള്ള സമയം കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇത് 2023 ഡിസംബറിൽ പാസ്സാക്കിയിട്ടുള്ള നിയമം 2024 ജൂലൈ 1 മാത്രമാണ് പ്രാബല്യത്തിൽ വരുന്നത്. ഇത്രയും കാലം ഈ പോലീസുകാർക്ക് എന്തായിരുന്നു പണി? ഇവർ ഈ നിയമം പഠിക്കണമായിരുന്നില്ലേ? അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കോടതികൾക്ക് എന്തായിരുന്നു പണി? ജുഡീഷ്യൽ ഓഫീസർമാർക്ക് എന്തായിരുന്നു പണി? ഇവര് ജൂലൈ 1 നിയമം വരാനിരിക്കുകയാണെന്ന് അറിയുമ്പോൾ ഇവർ ആ നിയമം പഠിക്കാതിരുന്നിട്ട് ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ആശങ്കയുണ്ട്, ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ സംശയമുണ്ട്, അതുകൊണ്ട് കുറെ കാലം കൂടി നീട്ടിവെക്കണമെന്ന് പറയുന്നതിന് എന്ത് ന്യായമാണുള്ളത്? രാജ്യത്ത് ഏത് പുതിയ പരിഷ്കരണം വന്നാലും ഏത് പുതിയ മാറ്റം വന്നാലും സ്വാഭാവികമായിട്ട് ആ സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ആ കൺഫ്യൂഷൻ ഓവർകം ചെയ്തിട്ട് മാത്രമേ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അല്ലാണ്ട് പെട്ടെന്ന് ഒരു പുതിയ മാറ്റം വന്നു കഴിഞ്ഞാൽ കുറച്ചൊരു കാലത്തേക്ക് ഒരു പരിഭ്രമം ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് ഒരു മാറ്റവും വേണ്ട എന്നുള്ള നിലപാട് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. ഇത് വളരെ മുന്നേ നടപ്പാക്കേണ്ട ഒരു മാറ്റമായിരുന്നു. ഇത്രയും കാലത്തിന് ശേഷമാണ് നമ്മൾ നടപ്പാക്കുന്നത്. ഇനിയെങ്കിലും ആ മാറ്റം ഏറ്റവും വേഗത്തിൽ അത് ഫലപ്രദമായിട്ട് ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉപയോഗിക്കാനുള്ള ശ്രമമാണ് വേണ്ടത്. ഇന്ന് നോക്കൂ, ആദ്യത്തെ കേസ് ഇവരെടുത്തത്, ഡൽഹി പോലീസ് എടുത്തത് ഒരു വഴിവര കച്ചവടക്കാരനെതിരെയാണ്. അതായത് ഈ നിയമത്തിലെ പ്രൊവിഷൻസ് എനിക്ക് മനസ്സിലാക്കാത്തതുകൊണ്ട് അതിലെ താരതമ്യേന സിംപിളർ ആയിട്ടുള്ള ഒരു വകുപ്പ് ഒബ്സ്ട്രക്ഷൻ, BNS-ലെ സെക്ഷൻ 285 പ്രകാരം ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കിയതുകൊണ്ടാ ആ കേസിൽ FIR തള്ളി. FIR വേണ്ടെന്ന് വെച്ചു. അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരിട്ട് ഇടപെട്ടുകൊണ്ട് ആ FIR ഇടേണ്ട ആവശ്യമില്ല, ഗുരുതരമായിട്ടുള്ള വകുപ്പല്ല എന്ന് പറഞ്ഞിട്ട് FIR തള്ളി. ഇപ്പൊ ഈ BNS പ്രകാരമുള്ള ആദ്യത്തെ കേസ് എടുക്കുന്നത് ആ കേസ് തള്ളി. ഇപ്പൊ കേസ് എടുത്തിട്ടുള്ളത് ഇതിൽ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം, ഇത് എനിക്ക് വായിച്ചപ്പോ എനിക്ക് വിശദമായിട്ട് മനസ്സിലാവാത്ത ഒരു കാര്യമാണ്. വിശദമായിട്ട് വായിച്ചപ്പോ ഇത് സെക്ഷൻ 48 എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇന്ത്യക്ക് പുറത്തു വെച്ചുള്ള പ്രേരണയാൽ ഇന്ത്യക്കകത്ത് കുറ്റം ചെയ്താൽ അങ്ങനെ പ്രേരിപ്പിക്കുന്ന ആൾ ഇന്ത്യക്കകത്ത് പ്രേരണ കുറ്റം ചെയ്തതായി കണക്കാക്കും. ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരാമോ ഇത്? ഒന്നുകൂടി വായിക്കാമോ? ഇന്ത്യക്ക് സെക്ഷൻ 48 ആണ്. ഇന്ത്യക്ക് പുറത്തു വെച്ചുള്ള പ്രേരണയാൽ ഇന്ത്യക്കകത്ത് കുറ്റം ചെയ്താൽ അങ്ങനെ പ്രേരിപ്പിക്കുന്ന ആൾ ഇന്ത്യക്കകത്ത് പ്രേരണ കുറ്റം ചെയ്തതായി കണക്കാക്കും. അതിലെന്താ സംശയം? അത് വളരെ സ്വാഭാവികമാണ്. അതായത് ഈ പ്രേരണ എന്ന് പറയുന്നത് എന്താണ്, അബറ്റ്മെന്റ് എന്ന് പറയുന്ന സെക്ഷനാണ്. അബറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ധനുഷ് എന്നെ ഒരു കുറ്റം ചെയ്യാൻ വേണ്ടി അബറ്റ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ എന്താണ്, നമ്മള് കേന്ദ്ര സർക്കാരിന്റെ എന്തെങ്കിലും ഒരു നയത്തിനെതിരെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു നയത്തിനെതിരെ നമ്മൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ധനുഷിന്റെ അടുത്ത് പറയാണ്, ഇവിടെ നമ്മളിരുന്ന് വർത്താനം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നീ ഒരു കാര്യം, നീ റോട്ടിക്ക് പോയിട്ട് KSRTC ബസ്സിന് ഒരു കല്ലെറി, കുഴപ്പമില്ല കല്ലെറി, കുറെ ആൾക്കാർ കൂടെ ഉണ്ടാവും, നല്ല സപ്പോർട്ട് കിട്ടും, നീ ഒരു ഹീറോ ആവും, വൈറലാവും എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ എന്റെ അടുത്ത് ഫോണിലാണ് ഈ കാര്യം പറയുന്നത്. ഞാനിത് കഴിഞ്ഞിട്ട് വലിയ ആവേശത്തിൽ പോയിട്ട് KSRTC ബസ്സിന് കല്ലെറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണ് PDPP ആക്ട് പ്രകാരം അകത്താവും അല്ലേ? ഡിസ്ട്രക്ഷൻ ഓഫ് പബ്ലിക് പ്രോപ്പർട്ടി ആക്ട് പ്രകാരം ഞാൻ അകത്താവും. ഞാൻ അകത്തായി കഴിഞ്ഞാൽ ആ കേസിൽ നിങ്ങൾ പ്രതികരണം അല്ലയോ? കാരണം എന്നെ അബറ്റ് ചെയ്തത്, ഹൃദയവിദ്യത്തെ എന്നെ ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾ ആ സമയത്ത് ദുബായിലാണ് ഇരിക്കുന്നത് വിചാരിക്കുക, നിങ്ങൾക്ക് അതിന് ഇവിടെ കേസെടുക്കാൻ പറ്റുമായിരുന്നില്ല. നിങ്ങൾ ദുബായിൽ ഇരുന്നുകൊണ്ടാണ് എന്നെ അബറ്റ് ചെയ്തതെങ്കിൽ നിങ്ങളുടെ കോസ് ഓഫ് ആക്ഷൻ അറൈസ് ചെയ്ത് എവിടെ നിന്നാണ്? നിങ്ങളുടെ ആക്ഷൻ നടത്തിയത് നിങ്ങൾ ദുബായിൽ ഇരുന്നായതുകൊണ്ട് ഇന്ത്യൻ മണ്ണിൽ വെച്ച് നടത്തിയിട്ടുള്ള കുറ്റകൃത്യം അല്ലാത്തത് കൊണ്ട് ഇന്ത്യയിൽ ശിക്ഷിക്കാൻ പറ്റില്ല എന്നാണ് അതിന്റെ പ്രൊവിഷൻ. പക്ഷെ നിങ്ങളുടെ വാക്കിന്റെ അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള കുറ്റകൃത്യത്തിന്റെ ആഘാതം സഹിച്ചത് ആരാണ്? ഇന്ത്യയാണ്. ഇന്ത്യയിലുള്ള KSRTC ബസ്സാണ് തകർന്നത്, അതിലൊരു ഇന്ത്യൻ പൗരനാണ് അകത്ത് കിടക്കുന്നത്. അപ്പോ താൻ ദുബായിൽ ഇരുന്ന് ചെയ്ത പ്രവൃത്തി താൻ ഇന്ത്യയിൽ ഇരുന്നാണ് ചെയ്തിരുന്നതെങ്കിൽ നിങ്ങളെ എങ്ങനെ ശിക്ഷിക്കുമായിരുന്നോ അതേ മട്ടിൽ ശിക്ഷിക്കും. ദുബായിലാണ് എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യില്ല. ഇന്ത്യയിൽ ഇരുന്നിട്ടാണ് ആ പ്രവൃത്തി ചെയ്തതെങ്കിൽ എങ്ങനെയാണോ നിയമം പ്രവർത്തിക്കുക അതേപോലെ പ്രവർത്തിക്കും. അത്രേ ഉള്ളൂ. അസംഷൻ എന്ന് പറയുന്നത്, ലീഗൽ അസംഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇന്ത്യയിൽ തന്നെയാണ്, അതുകൊണ്ട് ഇന്ത്യൻ മണ്ണിൽ ഇരുന്ന് നടത്തിയിട്ടുള്ള കുറ്റകൃത്യം എന്നുള്ള അസംഷനോട് കൂടി പ്രവർത്തിക്കും.
അത് എന്താ പറയുക, ഇങ്ങനത്തെ കാര്യങ്ങളുള്ള കൺഫ്യൂഷൻസ് ഒഴിവാക്കിയിട്ട് ഇത്തരം കാര്യങ്ങളെ കൂടുതൽ സിംപ്ലിഫൈ ചെയ്യാണ് ഇപ്പൊ BMS ചെയ്തത്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇത്. അവസാനമായിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ, കഴിഞ്ഞ IPC-യിലും CRPC-യിലും നേരിട്ട അതേ അവഗണന പുരുഷന്മാർ ഇവിടെയും നേരിടുന്നുണ്ട് എന്നൊരു ആരോപണം മെൻസ് അസോസിയേഷൻ ഉയർത്തിയിട്ടുണ്ട്. പുരുഷന്മാർക്ക് ഇവിടെ ഒരു വിലയില്ല എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആ കാര്യത്തിലുള്ള ഒരു ഇന്ത്യൻ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറിയതിനനുസരിച്ച് നിയമത്തിന്റെ കാഴ്ചപ്പാട് മാറിയതായി കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ റേപ്പില് ജെൻഡർ ന്യൂട്രൽ ഒഫൻസ് ആക്കിയിട്ടില്ല, സ്ത്രീകൾക്കെതിരെ മാത്രം നടക്കുന്ന ഒരു കുറ്റകൃത്യമായിട്ടാണ്. അതേപോലെ തന്നെ സ്ത്രീയെ ഡിസീറ്റ്ഫുൾ മീൻസിലൂടെ സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്നത് കുറ്റകൃത്യമാക്കിയിട്ടുണ്ട്. അതൊരു പുതിയ വകുപ്പാണ്. അതായത് വിവാഹ വാഗ്ദാനം നൽകിയിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വാഗ്ദാനം നൽകിയിട്ടോ ഒക്കെ ചെയ്യുന്നത്, അങ്ങനെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള പ്രൊവിഷൻസ് ധാരാളം ഉണ്ട്. നേരെ തിരിച്ച് ഇതേ സാഹചര്യത്തിൽ ഒരു പുരുഷനെതിരെ സമാനമായിട്ടുള്ള രീതിയിൽ ഒരു സ്ത്രീ ഡിസീറ്റ്ഫുൾ മീൻസിലൂടെ പുരുഷനിൽ നിന്ന് ധനാപഹരണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേകമായിട്ടുള്ള വകുപ്പില്ല. അപ്പോ സ്ത്രീ ഒരു വിക്ടിമാണ് എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് ഈ നിയമം നിലനിർത്തുന്നത്. ഇന്ത്യൻ നിയമം ട്രഡീഷണലി പുലർത്തി വരുന്ന ഒരു കാഴ്ചപ്പാട് തന്നെയാണ് പുലർത്തി വരുന്നത്. അതേസമയത്ത് പുരുഷനെതിരെ നടക്കുന്ന പുതിയ കാലഘട്ടത്തിലെ അട്രോസിറ്റീസിനെ ഏതെങ്കിലും തരത്തിൽ അഡ്രസ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള വിമർശനങ്ങളുണ്ട്. അത് ആ നിയമം, ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു തുടക്കമാണ്. ആ നിയമം റൺ ചെയ്ത് തുടങ്ങുമ്പോഴാണ് അതിൽ എന്തൊക്കെ ഡ്രോബാക്കുകളുണ്ട്, എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെന്ന് മനസ്സിലാവുക. അതിനനുസരിച്ച് കാലോചിതമായിട്ടുള്ള പരിഷ്കരണമാണ്. ഇപ്പൊ IPC 1860 ഉണ്ടാക്കിയിട്ടുള്ള IPC എത്രയോ പരിഷ്കരണങ്ങൾ ഇങ്ങനെ കാലോചിതമായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതേപോലെ ഈ നിയമം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലെ പോരായ്മകൾ തിരിച്ചറിയുകയും അതാത് സമയങ്ങളിൽ സർക്കാരിന്റെയും പാർലമെന്റിന്റെയും കോടതികളുടെയും ഒക്കെ ഇടപെടലുകൾ ഉണ്ടാവുകയും കാലഘട്ടത്തിനനുസരിച്ചുള്ള പുതിയ മാറ്റങ്ങൾ വരികയും ചെയ്യും. ഇപ്പോ 2024 എന്ന് പറയുന്ന വാട്ടർഷെഡ് ഇയർ ഒന്നുമല്ല. 2050 ഇന്ത്യൻ സാഹചര്യങ്ങൾ തീർത്തും വ്യത്യസ്തമായിരിക്കും. അന്ന് ഇന്നത്തെ കാലത്ത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത പുതിയ കുറ്റകൃത്യങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ടാവും. അന്ന് ആ കുറ്റകൃത്യങ്ങളെ അഡ്രസ് ചെയ്യാൻ വേണ്ടി നിയമത്തിന് സാധിക്കണമെങ്കിൽ അന്നത്തെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിയമത്തിന് അമെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോ ഈ അമെൻമെന്റ് പരിഷ്കരണം എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായി നൈസർഗികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് ഇനി ഉണ്ടാവും. അപ്പൊ ഈ പറയുന്ന പല വിമർശനങ്ങൾക്കുള്ള മറുപടികൾ, പല പോരായ്മകളും അതിജീവിക്കാനുള്ള സാധ്യതകളൊക്കെ അവിടെ ഉണ്ടാവും. പക്ഷെ ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയി നിൽക്കുന്ന പല പ്രശ്നങ്ങളെയും അഡ്രസ് ചെയ്യാൻ എക്യുപ്ഡ് ആയി നമ്മുടെ നിയമം മാറി എന്നുള്ളതൊരു നല്ല കാര്യമാണ്. ഇപ്പൊ മോബ് ലിഞ്ചിങ് ആവട്ടെ, ഗ്യാങ് റേപ്പ് ആവട്ടെ, അല്ലെങ്കിൽ ഡിസീറ്റ്ഫുൾ മീൻസിലൂടെ സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്നതാവട്ടെ, അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചേട്ടൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ, കബളിപ്പിക്കുന്ന മാർഗത്തിലൂടെ ലൈംഗിക ബന്ധം, വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകി സ്ത്രീയുമായി ലൈംഗികം, അതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നാണല്ലോ IPC-യിൽ. അങ്ങനെ ഇല്ലായിരുന്നു. അപ്പൊ അത് എന്താണ് ഒരു വ്യത്യാസം ഇതുമായിട്ട്? ഇതിലെന്താ ഒരു വ്യത്യാസമായിട്ട് വരുന്നത്? എനിക്കത് മനസ്സിലായി, വ്യക്തമല്ല. ഇന്ത്യൻ പീനൽ കോഡിൽ അങ്ങനെ ഒരു ഒഫൻസ് നേരത്തെ ഉണ്ടായിരുന്നില്ല. അതായത് സ്ത്രീയെ വിവാഹ വാഗ്ദാനം നൽകി കബളിപ്പിക്കുക അല്ലെങ്കിൽ കബളിപ്പിച്ചുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്ന ഒരു വകുപ്പ് ഇന്ത്യൻ പീനൽ കോഡിൽ ഉണ്ടായിരുന്നില്ല. അത് നമ്മള് റേപ്പുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകളിൽ അത് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിലാണ് വന്നത്. ഒരാൾ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് ഒരാൾ സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അത്തരത്തിലുള്ള ലൈംഗിക ബന്ധത്തെയും റേപ്പായി കണക്കാക്കാമെന്ന് സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങനെ പരിഗണിച്ചു വന്നിരുന്നത്. ഇന്ത്യൻ പീനൽ കോഡിൽ അതുമായി ബന്ധപ്പെട്ടൊരു വകുപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ലിവിംഗ് ടുഗദറിൽ ഏർപ്പെടുന്ന പുരുഷന്മാരുടെയൊക്കെ കാര്യം കട്ടപ്പുകയാണ്. കട്ടപ്പുകയല്ല, ലിവിംഗ് ടുഗദറിന് ഇന്ത്യൻ കോടതിയുടെ അവസാനത്തെ സുപ്രീം കോടതിയുടെയൊക്കെ തന്നെ വിധികൾ പ്രകാരം ലിവിംഗ് ടുഗദറിലുള്ള കപ്പിളിന് സ്പൗസസിന്റെ അധിക അധികാരങ്ങൾ ഉണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. അവര് ഒരു സിവിൽ റിലേഷൻഷിപ്പിലാണ് എന്നുള്ള മട്ടിലുള്ള മാരിറ്റൽ ആയിട്ടുള്ള ബന്ധങ്ങൾ പോലും, അതിലുണ്ടാവുന്ന കുട്ടിക്ക് ലെജിറ്റിമസി ഉണ്ട്, അതിലുണ്ടാവുന്ന കുട്ടിക്ക് സ്വത്തിൽ അവകാശമുണ്ട്. ഈ സ്ത്രീക്ക് വേണമെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഡെസർട്ടേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സ്ത്രീക്ക് വേണമെങ്കിൽ മെയിന്റനൻസിന് വേണ്ടി അപേക്ഷിക്കാം. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം മെയിന്റനൻസിന് വേണ്ടി അപേക്ഷിക്കാം. അപ്പൊ ലിവിംഗ് ടുഗദർ എന്നൊക്കെ പേരേ ഉള്ളൂ. ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ അത് ശരിക്കും കല്യാണം പോലെ ഒരു 3 മാസം ഒരുമിച്ച് താമസിച്ചിട്ട് പോലീസ് ഒരു പരാതി കൊടുത്താൽ മതിയല്ലോ, ഇയാൾ എന്നെ വിവാഹം കഴിപ്പിക്കാന്ന് പറഞ്ഞ കൂടെ താമസിച്ച് പീഡിപ്പിച്ചിട്ട് ഇയാൾ കടന്നു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കേസാവില്ലേ? അല്ല, അതൊക്കെ ഓരോ കേസിന്റെ ഫാക്ട്സ് അനുസരിച്ചിട്ടാണ്. ഇപ്പൊ ഇത് 2023 ഒരു കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു, പഠിച്ച വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ലോകപരിചയമുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വിവാഹ വാഗ്ദാനം നൽകിയിട്ടാണ് താൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്നത് ഒരു ഡിസീറ്റ് ആയിട്ട് അവതരിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മിയർ പ്രോമിസ് ഓഫ് എ മാരേജ് വിൽ നോട്ട് കൺസ്റ്റിറ്റ്യൂട്ട് എ റേപ്പ് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2023 പറയുന്നുണ്ട്.
നേരെ തിരിച്ച് ഈ സാഹചര്യത്തിലുള്ള പെൺകുട്ടി 12ാം ക്ലാസ് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത 18 വയസ്സ് മാത്രം പ്രായമായ ലോകപരിചയം തീരെ ഇല്ലാത്ത ഒരാളും ഇവിടെയുള്ള പുരുഷൻ എന്ന് പറയുന്നത് ആ സ്ത്രീയെ പലതരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശേഷിയുള്ള ശൈക്ഷണിക വിഭവശേഷിയുള്ള ഒരാളുമാണെങ്കിൽ അതിന്റെ ഫാക്ട്സ് വ്യത്യസ്തമാവും. അപ്പൊ ഓരോ കേസിന്റെയും ഫാക്ട്സിന് അടിസ്ഥാനമായിട്ടാണ് പലപ്പോഴും ഇവിടെ ഉണ്ടാവുന്നത്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കോടതികളുടെ റാഷണൽ ജഡ്ജ്മെന്റിന് വിട്ടുകൊടുക്കുന്നതിന് പകരം ഇത്തരം കാര്യങ്ങളിൽ നിയമത്തിന്റെ ഒരു സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പ്രൊവിഷൻ ഉണ്ടായി, നിയമത്തിന്റെ ഒരു എന്താണ് പറയുക ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പ്രൊവിഷൻ ഉണ്ടായി എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുള്ള മാറ്റം. അതേപോലെ തന്നെ വേറെ ഒരു വകുപ്പ്, ഇപ്പോ ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് വുമൺ ഇൻ പബ്ലിക് എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്. അതെന്തുകൊണ്ടാണ് ഒരാളുടെ മോഡസ്റ്റി ആണിനും ഉണ്ടല്ലോ, മോഡസ്റ്റി എന്ന് പറയുന്നത് പെണ്ണിന് അതെ. മാത്രമുള്ള ഒരു സാധനമല്ല. നേരെ തിരിച്ച് ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് എ മാൻ ഇൻ പബ്ലിക് ഓർ എ ചൈൽഡ് ഇൻ പബ്ലിക് നമ്മുടെ രാജ്യത്ത് കുറ്റകരമല്ല. അപ്പൊ എന്തുകൊണ്ടാണ് സ്ത്രീക്ക് മാത്രം എന്താണ് അങ്ങനെ ഒരു മോഡസ്റ്റി ഉണ്ട് നമ്മുടെ നിയമം സങ്കല്പിക്കുന്നത് തുടങ്ങിയിട്ടുള്ള പല ചോദ്യങ്ങളുണ്ട്. ഇതൊന്നും നമ്മുടെ പുതിയ നിയമത്തിൽ അഡ്രസ് ചെയ്യപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് വിമർശനമാണ്. ശരി, എന്ത് തന്നെയായിരുന്നാലും ഈ നിയമം ശമിചേട്ടൻ പറഞ്ഞതുപോലെ റൺ ചെയ്ത് തുടങ്ങിയതിനു ശേഷം മാത്രമേ നമുക്ക് ഇതിന്റെ ഡ്രോബാക്സ് ഒക്കെ കൂടുതൽ എത്രത്തോളം ഉണ്ടെന്നും ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം എന്താണെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും നിയമം നിലവിൽ വന്നു കഴിഞ്ഞു, ആദ്യത്തെ കേസ് എടുത്തു കഴിഞ്ഞു, കമല പോലീസ് സ്റ്റേഷനിൽ ഡൽഹിയിലാണ് എടുത്തു കഴിഞ്ഞത്. അത് ഇപ്പൊ തള്ളി എന്ന് പറയുന്നു, അതും ഒരു പുതിയ അറിവാണ്. എന്ത് തന്നെയായിരുന്നാലും ഈ നിയമം നിലവിൽ വന്നു. ഭാവിയിൽ നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, മുൻ നിയമത്തെക്കാൾ നല്ലതാണോ ഭാരതീയ നിയമ സംഹിത എന്നും, അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളെ ഇത് എങ്ങനെയൊക്കെ ബാധിക്കുന്നുവെന്നും, പ്രതിപക്ഷം ഇതിനെ എങ്ങനെ നോക്കിക്കാണുമെന്നും, വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഇതിൽ സർക്കാർ കൊണ്ടുവരാൻ പോകുന്നതെന്നും നമുക്ക് നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ്. താങ്ക് യു.